അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 3 ദിവസത്തെ അടുക്കളയിലെ നനച്ചുളിപ്പണിയാണ് കേട്ടോ. 3 ദിവസം എന്ന് പറയുമ്പം രാവിലെ തൊട്ട് വൈകുന്നേരം വരെയല്ല. എന്തായാലും നമ്മൾ സാധാരണ എടുക്കുന്ന പണി എടുക്കുമ്പോൾ തന്നെ എന്തായാലും ഒരു 10 മണിയൊക്കെ ആകും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നോമ്പ് മണിക്കൊരുങ്ങൽ. എന്തായാലും ഒരു ഏകദേശം ഒരു 2 മണി വരെയൊക്കെ എടുക്കുള്ളൂ. വൈകുന്നേരം വരെ എടുത്താൽ പിന്നെ ഭയങ്കര ക്ഷീണയിക്കാരം. അപ്പം അങ്ങനെ 3 ദിവസമാക്കി എടുത്തിട്ടാണ് നമ്മൾ അടുക്കളയിലുള്ള പണികളൊക്കെ തീർന്നത്. അന്ന് ഉച്ചക്ക് ഉണ്ടാക്കിയത് തേങ്ങാച്ചോറും കോഴിക്കറിയാണ് കേട്ടോ. അതാവുമ്പം എളുപ്പമാണല്ലോ. ആദ്യം തന്നെ റാക്കുമെന്നാണ് തുടങ്ങിയത്. മേശമ്മ കയറി നിന്നാണ്ട് റാക്കുമത്തെ കുപ്പികളും പാത്രങ്ങളും ഒക്കെ താഴത്തേക്ക് ഇറക്കി വെച്ച് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നല്ലപോലെ ഒന്ന് അടിച്ചു വാരി, കുറേ മാറാലിയും പൊട്ടും പൊടിയൊക്കെ ഉണ്ടേനി കേട്ടോ. അതൊക്കെ അടിച്ചു വാരി പഴയ പേപ്പറൊക്കെ കളഞ്ഞ് പുതിയ പേപ്പർ വിരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തുങ്ങാണ്ട് ചുമരുകളൊക്കെ തുടക്കുകയാണ്. അടുക്കളയിൽ നിന്ന് ഇങ്ങനെ പുക വന്നിട്ടേ നമ്മൾ ഈ ചുമരുമ്പളൊക്കെ ഇങ്ങനെ ഒരു കറുത്ത പാട് പോലെ. അപ്പോൾ തുടച്ചപ്പോൾ നല്ല വൃത്തിയായിട്ടോ എല്ലാ ഭാഗവും തുടച്ചു കേട്ടോ ചുമര്. അപ്പോൾ നല്ല കളറ് കിട്ടി. പിന്നെ നമ്മൾ റാക്കിൻ്റെ മുകളിൽ നിന്ന് ഇറക്കിയ പാത്രങ്ങളൊക്കെയാണ് ഇട്ടത്. ഇതല്ല കുറച്ചും കൂടി ഉണ്ട്. അപ്പം ഇമ്മയാണ് കേട്ടോ കേകി തന്നത്. അപ്പം അന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് കുട്ടികൾ കുറേ കൂടിത്തന്നു. ഉമ്മ കഴുകിയിട്ട് അവർ നല്ല വെള്ളത്തിൽ ഒന്ന് ഒലുമ്പിയെടുക്കുകയാണ്. അപ്പോൾ ആദ്യ ദിവസത്ത് എടുക്കാൻ വിചാരിച്ച പണികളൊക്കെ തീർന്നു കേട്ടോ. പിന്നെ നമ്മൾ കുളിയും നിസ്കാരവും ചോറ് തിന്നലും ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കടന്നു. പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പം ഉണങ്ങിയതൊക്കെ ഉള്ളിലേക്ക് എടുത്തൊക്കെയാണ്. അന്ന് വൈകുന്നേരം വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടേനി കേട്ടോ. ആങ്ങളെ ലീവ് കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ വീട്ടിലൊന്ന് പോയി വരാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് എല്ലാ പാത്രങ്ങളും എടുത്തൊക്കെയാണ്. പിന്നെ എങ്ങനെ ഒരു വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിലെല്ലാം നുള്ളിപ്പൊറുക്കിയിട്ടാൽ മതി. നമുക്ക് എപ്പോഴും ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എല്ലാ കുപ്പികളും അതിലാക്കിങ്ങാണ്ട് അങ്ങനെ കൊണ്ടുവച്ചു. പിന്നെ മക്കളും കൂടി തന്നു കേട്ടോ എല്ലാം കൊണ്ടുവെക്കാനൊക്കെ. ചിലപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിക്കാർക്ക്, ചിലപ്പോൾ വിളിച്ചാൽ വരിക തന്നെയല്ല, അങ്ങനെയാണ്. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയതൊക്കെ ഇങ്ങനെ വെക്കുകയാണ്. ഇനിയിപ്പോൾ ഏതൊക്കെയാണ് എന്താണ് അതിൻ്റെ മൂടി ഏതാണെന്നൊന്നും അറിയില്ല. ഒക്കെ ഇങ്ങനെ ഇട്ട് മാറി മാറി ഇട്ട് നോക്കുകയാണ്. കുറേ ശരിയാകും, ചിലപ്പോൾ ഇട്ടത് മാറിപ്പോകും. അപ്പം അത് മാറ്റിയിടും. അങ്ങനെ ചിലപ്പോൾ ഈറ കടിച്ചും. ഇതൊക്കെ പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ശരിയാക്കി വരുമ്പോൾ അല്ലേ ശരിയായി അടപ്പെടുന്നത് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു തട്ടിത്തടച്ചിലുണ്ടാവില്ലല്ലോ. ഇനിയിപ്പോൾ എല്ലാം നമുക്ക് റാക്കിൻ്റെ മുകൾക്ക് എടുത്തേക്കാം കേട്ടോ. അപ്പോൾ മക്കൾ ഓരോന്ന് എടുത്ത് തരികയാണ്. അങ്ങനെ ആകുമ്പോൾ എളുപ്പമാണല്ലോ. എന്നങ്ങനെ എപ്പോഴും ഇറങ്ങി കയറേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാ നമ്മളെ 2 റാക്കും നല്ല വൃത്തിയാക്കണം കേട്ടോ. ഇനി കാണിക്കുന്നത് 2ാമത്തെ ദിവസം എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാലകൾ, പൊടികൾ, അതേപോലെ ഉപ്പ്, പഞ്ചസാര, പിന്നെ ഗ്ലാസ് പാത്രങ്ങളൊക്കെ വെക്കണ അലമാരയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളൊന്ന് നല്ലപോലെ തുടച്ചെടുക്കുക.
നമ്മൾ മസാലപ്പൊടികളും ജീരകവും കടുക് ഉപ്പ് അങ്ങനത്തതൊക്കെ ഒരു പാത്രത്തിലിട്ട് വെച്ചുകൊണ്ട് ആ കുപ്പികളൊക്കെ ഒഴിവാക്കി എന്നിട്ട് അതൊക്കെ മോറാനെടുക്കുകയാണ്. പിന്നെ അന്ന് സ്കൂളുള്ളതുകൊണ്ട് മക്കൾ സ്കൂളിൽ പോയി, പിന്നെ ഞാൻ തന്നെയാണ് ഒക്കെ ചെയ്തത്. അവരുണ്ടെങ്കിൽ പിന്നെ അങ്ങനത്തെ ഇതിലൊക്കെ ചിലപ്പം സഹായിച്ചു തരും. സത്യം പറഞ്ഞാൽ റമദാൻ മാസം വരുമ്പോൾ മാത്രമേ നമ്മൾ ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യലുണ്ടാവുള്ളൂ. ചെയ്യും, നമ്മൾ മറാലൊക്കെ ഇങ്ങനെ കൂടുതലാവുമ്പോൾ തട്ടും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പക്ഷേ ഇതുപോലെ കുപ്പി കഴുകലും കസേര കഴുകലൊക്കെ നമ്മൾ റമദാൻ വരുമ്പോൾ നമ്മളെല്ലാം ചെയ്യലല്ലേ. നോമ്പാകുമ്പോഴത്തേന് നമ്മളെ വീടും പരിസരമൊക്കെ നല്ലപോലെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു പൊറുതിയേടാണ് അല്ലേ. വൃത്തിയാക്കും, എന്നും ചെയ്യും, എന്നാലും ഇതുപോലൊരു ഡീപ്പ് ക്ലീനിങ് നമ്മൾ നോമ്പിന് മാത്രമേ ചെയ്യലുണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ മല്ലിയും മുളകും പൊടിപ്പിച്ചലും അരി പൊടിപ്പിച്ചലും ഒക്കെ ഉണ്ടാവും. ഇപ്രാവശ്യം ഞാൻ അരി മാത്രമേ പൊടിപ്പിക്കണുള്ളൂ, മല്ലി മുളകൊന്നും വാങ്ങിയിട്ടില്ല പൊടിപ്പിക്കാൻ. അത് പാക്കറ്റ് വാങ്ങാമെന്ന് കരുതി. അപ്പോൾ അങ്ങനെ മൂന്നാമത്തെ ദിവസമായിട്ടോ. ചിമ്മിനിൻ്റെ ഉള്ളും കൂടി ഉള്ളൂ തട്ടാൻ. അതിൻ്റെ ഉള്ളും കൂടിയും തട്ടൽ കഴിഞ്ഞാൽ അടുക്കളയിലത്തത് കഴിഞ്ഞു കേട്ടോ. പിന്നെ നിറച്ച് മാറാലാണ്. നമ്മൾ ഈ പുക ഇങ്ങനെ പോണതുകൊണ്ടേ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നതാണ്, എന്നാലും ഉണ്ടാവും. പിന്നെ ഈ ചുമരുമലൊക്കെ കണ്ടില്ലേ, അത് ഞാനിങ്ങനെ പേപ്പർ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കരി ഓവറാകുമ്പോൾ ഞാൻ ആ പേപ്പർ എടുത്ത് മാറ്റിങ്ങാണ്ട് പിന്നെ രണ്ടാമത് ഒട്ടിക്കും. അപ്പോൾ നല്ലൊരു വൃത്തിയാണ്. മൈദമാവ് വെച്ച് കാണ്ടാട്ടോ ഒട്ടിക്കൽ. കുറേ ആൾക്കാർ എന്നോട് ചോദിക്കും, ഇങ്ങനെ പേപ്പർ ഒട്ടിച്ചാൽ തീ കത്തിക്കുമ്പോൾ തീ പിടിച്ചൂലേ എന്നൊക്കെ ചോദിക്കലുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. ഇനി ഇല്ലാതെ നിൽക്കട്ടെ. പിന്നെ ചിലർ നമ്മളെ തമാശക്കാട്ടോ വെറുതെ ഇങ്ങനെ കളിയാക്കും, പേപ്പറൊക്കെ വായിച്ചിങ്ങാണ്ട് ഭക്ഷണം ഉണ്ടാക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് വെറുതെ തമാശയിൽ കൂടെ നമ്മളെ കളിയാക്കും കേട്ടോ. അപ്പോൾ അതാ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഗ്യാസിൻ്റെ അവിടെ ചുമരിൻ്റെ അവിടെയും കുറച്ച് ഭാഗം ഒട്ടിക്കും. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു വെളിച്ചായില്ലേ ഇതിങ്ങനെ കണ്ടപ്പം. ആദ്യമായിട്ട് ഈ കാരം ഇങ്ങനത്തെ ഒരു അടുക്കള കാണുന്നതില്ലേ, ഇങ്ങനെ ഒരു ചിമ്മിനി കാണുന്നത്. ചിലവിൽ ആദ്യമായിട്ട് ഈ കാരം, ചിലവിൽ ഇങ്ങനെ ഒട്ടിക്കലുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.